പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ശേഷം പിന്നീട് പാർലമെന്റിന് പുറത്തുമൊക്കെ നമ്മൾ കേട്ട പാട്ടാണ് ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ട്. അതൊരു പാരഡി ഗാനമാണ്. വീരമണിയുടെ യഥാർത്ഥത്തിലുള്ള അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ അതേ മ്യൂസിക്കിലുള്ള ഒരു പാരഡി ഗാനമാണ്. അപ്പോൾ ഈ പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ കേസെടുക്കാനാണ് ADGPയുടെ നിർദ്ദേശം. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പത്തനംതിട്ട SP-ക്ക് ഈ കേസ് കൈമാറും. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ പാരഡി ഗാനത്തെ ചൊല്ലിയുള്ള വിവാദം അത് മറ്റൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം പാരഡി ഗാനം വരുന്ന സമയത്ത് നമ്മളൊരു കൗതുകത്തോടു കൂടിയാണ് അത് കേട്ടതെങ്കിലും ഇപ്പോഴതൊരു പരാതിയായിട്ട് മാറുന്നു. അത് പത്തനംതിട്ട SP-ക്ക് കൈമാറുന്നു എന്നാണ് അറിഞ്ഞത്. നിലവിൽ എന്താണ്, ഗൗരവ സ്വഭാവത്തോടു കൂടിയാണോ സർക്കാർ ഈ പാരഡി ഗാനത്തെ കാണുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇതിനകത്ത് പ്രാഥമികമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഈ പാരഡി ഗാനം വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് കേസെടുക്കുകയുള്ളൂ. എന്തായാലും DGPക്ക് ലഭിച്ചിട്ടുള്ള പരാതി ഇപ്പോൾ ADGPക്ക് കൈമാറിയിട്ടുണ്ട്. ADGP ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തീകരിച്ച് അതിനുശേഷം ഈ പറയുന്ന പോലെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പത്തനംതിട്ട SP-ക്ക് കൈമാറുകയും അത് പിന്നീട് ഈ കേസും നിയമ നടപടികളും ഒക്കെയായി മുന്നോട്ട് പോകും. എന്തായാലും നിലവിൽ ഇപ്പോൾ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനമായി വിശ്വാസം വ്രണപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതെങ്ങനെ പരിശോധിക്കുമെന്നുള്ളതൊക്കെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിനുശേഷം നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് MP-മാർ ആ പാട്ട് പാടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി പാട്ടുപാടിയവർക്കെതിരെ കേസെടുക്കുമെന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും അതിനകത്തൊരു തീരുമാനം ഉണ്ടാവുക. ഡോക്ടർ, ഓക്കെ, താങ്ക് യു അർജുൻ കല്യാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഇതൊരു വഷളാക്കാതിരിക്കാൻ സർക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പ്രചരിപ്പിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള ചില മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൈവിട്ടു പോയാൽ പിന്നെ ഇതൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇതിൻ്റെ പേരിൽ കേസെടുത്ത് ഇത് വഷളാക്കി ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് ഇതിൻ്റെ പിന്നിലൊരു വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പാരഡി ഗാനങ്ങൾ പലതവണ പല രീതിയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കലാഭവൻ മണിയുടെ തന്നെ ഇതേ പാട്ടിൻ്റെ ഇതേ ട്യൂണിലുള്ള ഒരു പാരഡി ഗാനം പണ്ട് കൈരളി TV-യിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ആളുകൾ അവരെ ഒന്നും ഈ പറയുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അടച്ചാക്ഷേപിക്കുന്നൊരു രീതിയുണ്ട്. പാരഡി ഗാനത്തെ പാരഡി ഗാനമായിട്ട് തന്നെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും അയ്യപ്പ ഭക്തന് അതിനകത്തൊരു മതവികാരം അല്ലെങ്കിൽ വിശ്വാസം വ്രണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ പറയുക, അതിനോടൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സർക്കാരാണെങ്കിലും ശരി, പ്രചരിപ്പിക്കുന്നവരാണെങ്കിലും ശരി, ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാൻ. ഇത് പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ വലിയ പ്രചാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആത്മസംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഇത് കേസൊക്കെ എടുത്ത് വഷളാക്കണോ എന്നുള്ളത് സർക്കാർ ഒരിക്കൽ കൂടി ആലോചിക്കണം. കാരണം ഇത് കൈവിട്ടു പോയാലുണ്ടല്ലോ അത് ഏതറ്റം വരെയും പോകാം എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, കൈവിട്ട് കേസടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇനി പകരം മറ്റൊരു പാട്ടുമായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൂടി പ്രചരിപ്പിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കുക. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെയും വിശ്വാസത്തെയും ഒന്നും മാറ്റി നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നമ്മുടെ നാടിന് നല്ലത്.